ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. അത് സാധാരണ അത് ഉണ്ടാക്കാൻ കാരണം എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് പിന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായി. ഒരു ടീച്ചർമാർ പറയുമ്പോൾ അപ്പോൾ പാള കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് പാള കൊണ്ട് പൂക്കളാക്കി. പക്ഷേ എനിക്ക് അത്ര സൂട്ടായില്ല. ഞാൻ എന്താക്കി അതിന് ആ പാളയെല്ലാം മുറിച്ച് ഇതുപോലെ ഒരു കറുത്ത ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ടീച്ചർക്ക് അത് നല്ലതായി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ആ പ്രോത്സാഹനം വന്നിട്ടാകുമ്പോൾ പിന്നെ അതിനിടയിൽ ഞങ്ങൾ വ്യാപാരി വ്യവസായിയുടെ ഒരു ടൂറുണ്ടായിരുന്നു വേമ്പനാട്ട് കായലിൽ. ആ വേമ്പനാട്ട് കായലിൽ ആ ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എനിക്ക് ആ സീനറി എല്ലാം ഉണ്ടാക്കണം തോന്നി. അങ്ങനെ ഞാൻ ഈ പാള കൊണ്ട് പിന്നെ കറുത്ത ചാർട്ട് പേപ്പറിൽ കുറച്ച് അവിടെ കണ്ട സീനെല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ കുറച്ച് ചിത്രങ്ങളുണ്ടാക്കി. അത് കണ്ടിട്ട് പീപ്പിൾസ് കോളേജിൽ ഒരു കാർഷിക മേള വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കോളേജിൽ നിന്ന് എന്നോട് ഈ അതിൽ ചിത്ര പ്രദർശനം വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അന്നേരം ആ കാലയളവിൽ ഉണ്ടാക്കിയ കുറേ ചിത്രങ്ങൾ അവിടെ വെച്ചു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നാട്ടുകാർക്കെല്ലാം. അത് കഴിഞ്ഞിട്ട് ഈ കുണ്ടംകുഴി സഹൃദയ കുണ്ടംകുഴിയുടെ പേരിൽ ഒരു ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നു. അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു. അപ്പോൾ ഇത് കാർഷിക ഉൽപ്പന്നമാണ്, ഈ പാള കൊണ്ടുള്ള ചിത്രം കാർഷിക ഉൽപ്പന്നമാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് കുണ്ടംകുഴി കൃഷിഭവനിലെ ജയശ്രീ മേഡം അവർ പിന്നെ എന്നൊക്കെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇത് നല്ലതാണ്, ഇത് കാർഷിക ഉൽപ്പന്നമാണ്, വൈഗ തിരുവനന്തപുരത്ത് വൈഗ എക്സിബിഷൻ നടക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാം, 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ 2017 2017 എന്നെ ഇവിടുന്ന് എൻ്റെ സാധനങ്ങളുമായിട്ട് വൈഗയിൽ പങ്കെടുത്തു. 10 ദിവസം അവിടെ നിന്നു. അവിടെ മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറെല്ലാം വന്നിട്ട് നല്ല അനുഭവിച്ചതാണ് എന്നെ. അപ്പോൾ അവിടെ ഈ ഉൽപ്പന്നം ഒരു വെറൈറ്റിയാണ്. കാരണം നാട്ടിലെ ഇതാരും ഉണ്ടാക്കി ഇതുവരെ കേരളത്തിലും ഇല്ല, കാസർഗോഡും ഇല്ല, ഇന്ത്യയിലുണ്ടോ എന്നറിയില്ല. അങ്ങനത്തെ പ്രത്യേക ഒരു പാള കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അത് നല്ല ഇത് കിട്ടി. കുറച്ച് ചിത്രം വിറ്റ് കഴിഞ്ഞിരുന്നു, ബാക്കി ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെല്ലാം എല്ലാവരും ആൾക്കാർ കൊണ്ട് അനുമോദിക്കലും ചെയ്തു. പിന്നെ വൈഗ 2018 2019 ഇതിലും പങ്കെടുത്തു. അപ്പോഴേക്ക് ഇതിനൊരു പോപ്പുലാരിറ്റി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് കടയുണ്ട്, അതുപോലെ വീട്ടിൽ കൃഷിപ്പണിയുണ്ട്, പശുവുണ്ട് കറക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനോട് എക്സിബിഷന് പോകാൻ താല്പര്യം വന്നില്ല. കാരണം അതിൻ്റേതായ മെച്ചം കിട്ടുന്നില്ല. കാരണം വളച്ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും നല്ല പറയുന്നതല്ലാതെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ആൾക്കാർക്ക് നാട്ടുമ്പുറത്താരും ഇല്ല. ഒരു കുടികൂടലിനോ അത്യാവശ്യം കുടികൂടലിന് പിന്നെ കുറച്ച് ചിത്രങ്ങൾ വിറ്റഴിച്ചിട്ടല്ലാതെ പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടൊന്നുമില്ല. നോക്കി നല്ല ഭംഗിയെന്ന് പറയും, പക്ഷെ അങ്ങനെ ആരും വാങ്ങിച്ചിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. അഥവാ വരികയാണെങ്കിൽ പിന്നെ ഇതിന് ഓർഡർ തരികയാണെങ്കിൽ ഞാൻ ആക്കി കൊടുക്കും. പിന്നെ അങ്ങനെയാണ് ഇതിൽ കിട്ടുന്നത് എനിക്ക് തോന്നുള്ളൂ. ഇപ്പം എനിക്ക് ഇത് വിറ്റഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടുണ്ട്. എന്നാലും മനസ്സിൽ ഞാൻ പാള കാണുമ്പോൾ എനിക്കത് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചില സമയങ്ങളിൽ ഞാനത് വെറുതെ മുറിച്ചിടും. എന്നാലും ഞാൻ ഒട്ടിച്ചിട്ട് ക്യാൻവാസിലിട്ടിട്ട് ആക്കുന്ന ഇപ്പോൾ കുറവ്. ഉണ്ടാക്കണമെങ്കിൽ ഈ പാള കവുങ്ങുന്ന് വീണിട്ട് ആ പച്ചപ്പാള തന്നെ വേണം ഇതുണ്ടാക്കാൻ. ആ പച്ചപ്പാളയെ 2 പിളർക്കണം. പിളർത്തിട്ട് അതിൽ വരുന്ന കളർ മാറ്റങ്ങളുണ്ടല്ലോ, ആ കളറിനനുസരിച്ച് ഞാൻ മുറിച്ചെടുക്കും കത്രി കൊണ്ട്. എന്നിട്ട് എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഈ ഉണക്കിയെടുത്തിട്ട് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് രണ്ടാമത് നല്ലൊരു പ്രതലത്തിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത്ര കൂടുതലും മുറിച്ചിട്ടുകയാണെങ്കിൽ ഒട്ടിക്കുന്ന പെട്ടെന്നാവും. പക്ഷേ അതിനെ ഒട്ടിച്ചെടുത്തിട്ട് വുഡ് വാർണിഷും കൂടി കൊടുത്താൽ അത് എത്രയോ കാലം നിൽക്കും. ഇപ്പോൾ ഞാൻ 10-12 വർഷമായിട്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. പിന്നെ ഇതിനെ പറ്റി ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ സ്വന്തം കഴിവിൽ വുഡ് വാർണിഷ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിനെ സംസ്കരിക്കേണ്ട രീതി എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. മഴക്കാലത്ത് പൂപ്പലടിക്കുന്നു. അപ്പോൾ ഈ വുഡ് വാർണിഷ് വെച്ചതും അതുപോലെ ഗ്ലാസ്സിലിട്ട് വെച്ചതും പ്ലാസ്റ്റിക് കവർ ചെയ്തതൊന്നും പൂപ്പലടിച്ചിട്ടില്ല. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പൂപ്പലടിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറും. അപ്പോൾ അതിനങ്ങനത്തെ ഒരു ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഇത് വിറ്റഴിച്ചിട്ട് എനിക്ക് വലിയൊരു മാർക്കറ്റ് കിട്ടിയിട്ടുമില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ.